വളരെ രുചികരമായിട്ട് കുറഞ്ഞ ചേരുവയിൽ ഓണം സ്പെഷ്യൽ മസാലക്കറി അല്ലെങ്കിൽ ഗ്രീൻ പീസ് ഉരുളക്കിഴങ്ങ് മസാലക്കറി എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസുള്ള 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. വല്ലാതെ മുരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഏകദേശം ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. മറുവശവും ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് കോരി മാറ്റി വെക്കാവേ. അപ്പോഴേക്കും ഒരു 1/4 ഭാഗം ഉരുളക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞിട്ടുണ്ടാകും. ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഉരുളക്കിഴങ്ങ് കറി വെക്കുകയാണെങ്കിൽ ഉടഞ്ഞു പോകാതെ ഇരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. ഓണത്തിന് എപ്പോഴും പച്ചടി, പുളി, അവിയൽ, എരിശ്ശേരി ഇങ്ങനെയല്ലേ ഉണ്ടാക്കാറ്. ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു മസാലക്കറി ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ചിക്കനോ ഫിഷോ ഒന്നും ഇല്ലെങ്കിൽ ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കില്ലേ കഴിക്കാൻ. അപ്പോൾ ചിക്കന് പകരമായിട്ട് ഈ ഒരു മസാലക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് വളരെ ഇഷ്ടപ്പെടും. അങ്ങനെ എല്ലാ കഷ്ണങ്ങളും കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫ്രോസൺ ഗ്രീൻ പീസ് ഇല്ലെങ്കിൽ സാധാ ഗ്രീൻ പീസ് ഉണ്ടാവുമല്ലോ, ഉണക്ക ഗ്രീൻ പീസ്, അത് തലേന്ന് രാത്രി വെള്ളത്തിലൊന്ന് കുതിരാൻ വെച്ചിട്ട് ഇതേമാതിരി വെള്ളം ഊറ്റിയ ശേഷം ഫ്രൈ ചെയ്ത് എടുത്താൽ മതിയേ. ഇതൊന്ന് നല്ലവണ്ണം ഫ്രൈ ചെയ്ത് എടുക്കാവേ. ഇനി ഇത് കോരി മാറ്റി വെക്കാം. ഫ്രോസൺ ഗ്രീൻ പീസ് നമ്മൾ വാങ്ങി വെക്കുകയാണെങ്കിൽ ഇതേമാതിരി ഗ്രീൻ പീസൊക്കെ വെള്ളത്തിൽ ഇടാൻ മറന്നു പോവുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതെടുത്ത് റെഡിയാക്കി വെക്കാൻ പറ്റുമേ. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂണ് പെരുംജീരകവും 1/2 ടീസ്പൂണ് മുഴുവനായിട്ടുള്ള കുരുമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂണ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് തേങ്ങയുടെ ആവശ്യമില്ല കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മുരിപ്പിച്ചെടുക്കാം. നമ്മൾ സാമ്പാറിനൊക്കെ വറുത്തെടുക്കുന്നില്ലേ, അതേമാതിരി തന്നെ വറുത്തെടുക്കണം. ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇങ്ങനെ വറുത്തെടുക്കാൻ. ഇനി ഇതിലേക്ക് 4 ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കിത് വറുത്തെടുക്കാം. ഒരിക്കലും ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് വറുത്തേക്കരുത് കേട്ടോ, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇപ്പോൾ ഇത് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇതിനി തണുക്കാൻ മാറ്റി വെക്കാം. അതിന് ശേഷം നന്നായിട്ട് അരച്ച് എടുക്കണേ. ഇനി നമ്മൾ നേരത്തെ ഗ്രീൻ പീസ് ഉരുളക്കിഴങ്ങും വറുത്തിരുന്നില്ലേ, അതിൽ ബാക്കി വന്ന എണ്ണയിലേക്ക് 2 സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സവാള സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 3/4 ടേബിൾ സ്പൂണ് ഇഞ്ചി ചതച്ചതും 3/4 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് അതുകൂടി ചേർത്ത് കൊടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു മസാലക്കറി ചോറിന് മാത്രമല്ല കേട്ടോ, ചപ്പാത്തി, പൂരി, എല്ലാത്തിനും, വെള്ളയപ്പം, എല്ലാത്തിനും ഒരു നല്ല കോമ്പിനേഷനാണ്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ടൈമിൽ ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1 തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. തക്കാളി നന്നായിട്ട് നമുക്ക് ഉടഞ്ഞു കിട്ടണം. അതിന് വേണ്ടിയിട്ട് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതൊന്ന് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ച് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും ഇട്ട് കൊടുക്കാം.
എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കിയ ശേഷം ഒരു 5 മിനിറ്റ് നേരം അടച്ചു വെക്കാം. ഇനി ഇതിൻ്റെ മൂടി തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ തേങ്ങ വറുത്തെടുത്തില്ലേ, അത് തണിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തതാണ്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സിയിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് അതുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണേ. 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങിലും ഗ്രീൻ പീസിലും നല്ലവണ്ണം ഈ ഒരു ഗ്രേവി പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് തുറന്നിട്ട് നമുക്കിതൊന്ന് ഒരു 2-3 മിനിറ്റ് നേരം ഇളക്കി വേവിച്ചെടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് കഷ്ണങ്ങളിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് വറവിട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം. ഒരു 8-9 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതുകൂടി ചേർത്ത് കൊടുത്ത് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. ഇത് കറിയിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ കറിയുടെ ടേസ്റ്റേ വേറെ ലെവലായിട്ട് മാറുന്നതാണ്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില കൂടി ഞാൻ ഒന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കാവുന്നതാണ്. സദ്യയിൽ ഇറച്ചിക്കറിക്ക് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന നല്ലൊരു മസാലക്കറിയാണ് ഇത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.